യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിഷ്ണുവേട്ടാ, വിഷമിക്കണ്ട, ഇത് കൊണ്ടുപോയി വിറ്റോ. സാരമില്ല വിഷ്ണുവേട്ടാ, ഇതിപ്പോ എന്റെ കൈ കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആവശ്യങ്ങൾ നടക്കട്ടെ. എന്നാലും പൊന്നുകൊണ്ട് മൂടി രാജകുമാരിയെ പോലെ വാഴിക്കാനല്ലേ ഞാൻ നിന്നെ വിളിച്ചിറക്കൊണ്ടുവന്നത്? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ വിഷ്ണുവേട്ടാ. നമ്മൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ? അപ്പൊ വിഷ്ണുവേട്ടൻ എനിക്ക് വേണ്ടി സഹിക്കുന്നതോ? സ്വന്തം വീട്ടുകാരെ പോലും എനിക്ക് വേണ്ടി വെറുപ്പിച്ചില്ലേ? ഒക്കെ ശരിയാവും മോളെ. നമ്മുടെ കഷ്ടപ്പാടുകൾ ഒക്കെ മാറും. നാളെ കഴിഞ്ഞാ നമ്മൾ കോയമ്പത്തൂർക്ക് പോകും. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാ നമ്മൾ രക്ഷപ്പെടും. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് സന്തോഷമായി ജീവിച്ചാ മതി. എനിക്ക് എന്റെ വിഷ്ണുവേട്ടന്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി. അമൃതേ, വിഷ്ണുവേട്ടാ, സ്നേഹം എന്താണെന്ന് ഇന്നുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എനിക്ക് കാണിച്ചു തന്നത് എന്റെ വിഷ്ണുവേട്ടനാ. വിഷ്ണുവേട്ടന് വേണ്ടി ഞാൻ മരിക്കാൻ വരെ ഒരുക്കുക. മരിക്കാനല്ല, ജീവിക്കാനാ മോളെ നമ്മൾ ഒന്നിച്ചത്. എസ് ഐ സാർ അകത്തില്ലേ? ഇവിടെ എവിടെയോ. അതാ. നമസ്കാരം സർ. എന്താ മേഡം ഇവിടെ? ഞാനൊരു കംപ്ലൈന്റ് തരാൻ വന്നതാ. കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? വിശ്വേട്ടനെ കാണാനില്ല. കാണാനില്ലെന്നോ? മേഡം എന്തായി പറയുന്നത്? അതെ സർ, ഒരാഴ്ചയായി കാണാതായിട്ട്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വല്ല ബിസിനസ് ആവശ്യത്തിനും പോയതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ ദേ ഈ കത്ത് കിട്ടിയപ്പോ വല്ലാത്തൊരു സംഭവമായി പോയല്ലോ മേഡം. മേഡം വിഷമിക്കുന്നു, നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. റിട്ടേൺ കംപ്ലൈന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സർ. അല്ല, അമ്മ പോയത് കാശിക്കായിരുന്നില്ലേ? അതെ സർ. അപ്പൊ മുതലാളി അങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക. നമുക്ക് ആ വഴി തന്നെ ആദ്യം അന്വേഷണം നടത്താം. എന്നെ സഹായിക്കാൻ മറ്റാരും ഇല്ല സർ. സർ എങ്ങനെയെങ്കിലും വിശ്വേട്ടനെ കണ്ടുപിടിച്ച് തരണം. ഞാൻ പറഞ്ഞില്ലേ മേഡം, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ മുതലാളി എനിക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ. അപ്പോ ഈ കേസിൽ എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാവും വെച്ചോളൂ. മേഡം ധൈര്യപ്പെക്കോളൂ, നമുക്ക് വേണ്ടത് ചെയ്യാം. ശരി സർ. അജയ, അജയ,
ഇവിടെ ആരുമില്ലേ? ആര് സിന്ധു? ആ മൈഥിലി, ചന്ദ്രേട്ടനായിരുന്നോ? അജയ് ഇല്ലേ ഇവിടെ? ഇല്ല, എവിടെ പോയി? എന്നോട് പറഞ്ഞിട്ടല്ല പോയത്. മൈഥിലി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്റെ ഭർത്താവിനോട് മോശമായി സംസാരിക്കാമെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? നന്ദിതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയോട് നീ ഒന്ന് മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. അജയേട്ടൻ വരുമ്പോ ഞാൻ പറയാം. മൈഥിലി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിങ്ങള് അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കഴിഞ്ഞതൊന്നും കഴിഞ്ഞിട്ടില്ല. മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ അകൽച്ച വേണം? അകന്നതാദ്യം ഞങ്ങളല്ലല്ലോ. പിന്നെ നിങ്ങളുടെ പിന്നാലെ കോംപ്രമൈസും കൊണ്ട് വരാനേ ഇവിടെ ആർക്കും നേരവും ഇല്ല. ഇനി അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്നാ അജയേട്ടൻ എന്നോട് പറഞ്ഞ. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ ഇല്ലാതാവുന്നതാണോ ആ ബന്ധം? അത് ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യ ആയിരുന്നില്ല ആദ്യം ചിന്തിക്കേണ്ടത്. ആ അവസ്ഥയില് അവക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ അതങ്ങ് ക്ഷമിക്കുക. ഒരു കാരണവുമില്ലാതെ കരണത്തടിച്ചിട്ട് ക്ഷമിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായോ ചന്ദ്രേട്ടാ? അത്രയ്ക്ക് വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല മൈഥിലി. അവർ തമ്മില് ഒന്നും രണ്ടും പറഞ്ഞൊന്ന് മുഷിഞ്ഞു, അത്രേ ഉള്ളൂ. കാഴ്ചക്കാരനായി നിന്ന ചന്ദ്രേട്ടന് അതത്രേ ഉള്ളുവായിരിക്കും. പക്ഷെ അനുഭവിച്ചത് എന്റെ അജയേട്ടനാ. ആ മനുഷ്യനത് എത്രമാത്രം മനസ്സിൽ തട്ടിയിട്ടുണ്ടാവും. എന്റെ ഭർത്താവ് അജയേട്ടനാ. അതുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നത് മാത്രം കേൾക്കാനുള്ള ബാധ്യത എനിക്കുള്ളൂ. ചന്ദ്രേട്ടൻ പൊയ്ക്കോ. ഞാൻ വന്നത് എന്തിനാണെന്ന് പോലും മൈഥിലി ചോദിച്ചില്ല. മകളെ കണ്ടുപിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാവോ അല്ലേ? അതോ ഇനി കാശ് വല്ലതും ചോദിക്കാൻ വന്നതാണോ? എന്തായാലും ഇവിടുന്ന് സഹായം പ്രതീക്ഷിക്കേണ്ട. എന്റെ വീട്ടിൽ ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ നീ ആരടി? ഞാൻ ഇത്രയും നേരം നിന്നെ സഹിച്ചതേ നീ എന്റെ അനിയന്റെ ഭാര്യ ആയതുകൊണ്ടാ. ആ ഔദാര്യം ഞാനങ്ങ് പിൻവലിച്ചു. ഇതിനു മുമ്പ് ഞാൻ നിന്നോട് എത്ര കാശടി കടം ചോദിച്ചിട്ടുള്ള? നിന്റെ എന്ത് സഹായത്തിനടി ഞാൻ കൈനീട്ടി നിന്നിട്ടുള്ള? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എവിടുന്ന് കിട്ടിയിട്ട് നിനക്ക് ഇത്ര തന്റെ ഇടം? ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടില. ഇവിടെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തന്റെ ആരോടും കടം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് മുതലടി ഇത് നിന്റെ വീടായത്? തീയതി നാളും ഒന്നും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ ജോലിക്കാരിയുവാ. അത് മാത്രമേ എനിക്കറിയൂ. എന്നുവെച്ചാ കാവേരി അടുത്ത് നിങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചു വന്നല്ലേ? ഞങ്ങൾ ആരെയും പടിയടച്ച് പിണ്ടം വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അവരെവിടെ? വിളിക്കവരെ. അവരോട് എനിക്കൊന്ന് സംസാരിക്കണം. അവരോട് അറിഞ്ഞിട്ടാണോ നിന്റെ അഴിഞ്ഞാട്ടോന്ന് എനിക്കൊന്ന് അറിയണം. എവിടെ? വിളിച്ചിറക്കവരെ. ഒച്ച എടുക്കണ്ട. അവരിവിടെ ഇല്ല. എവിടെ പോയി? അതും എനിക്കറിയില്ല. അത്യാവശ്യമുള്ളവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ദേ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നീ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് ആള് കളിക്കുന്നേ? നീയേ വന്നു കയറിയോളാ. ഇല്ലാത്ത നുണയും കൊതിയും പറഞ്ഞ് ഞങ്ങൾ മാണിക്യമംഗലത്തെ ആണുങ്ങളെ തമ്മിൽ അടുപ്പിക്കാന്ന് നീ വിചാരിക്കണ്ട. അതിനാര് വിചാരിക്കുന്നു? നിങ്ങൾ ആണുങ്ങൾ തന്നെയല്ലേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. അതെന്താ ചന്ദ്രേട്ടൻ ആണല്ലെന്ന് തോന്നുന്നുണ്ടോ? ഡീ, അത് വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നേരെ. അത് ഞാനിവിടെ ഉള്ളപ്പോ. നീ ഏതാടാ? നായർ, ഗോവിന്ദൻകുട്ടി നായർ, മാണിക്യമംഗലത്ത് ഗോവിന്ദൻകുട്ടി നായർ. ഞാനറിയാതെ താൻ എങ്ങനെയോടെ മാണിക്യമംഗലത്തേതായത്? നീ അറിയാതെ ഇവിടെ എന്തെല്ലാം നടക്കുന്നു. വാനരന്മാരെന്തറിഞ്ഞു വിഭോ, കേട്ടിട്ടില്ലേ? തനിക്കെന്താണ് ഇവിടെ കാര്യം? എനിക്കല്ലേ ഇവിടെ കാര്യം.